ക്ലാസ്സിലെല്ലാം ഈർപ്പ് ഇറക്കിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഇടയ്ക്ക് ഇവർ ഇവിടെ വന്ന് കിടന്നു. കുട്ടി ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നോ? നമ്മൾ 7 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ 8:30 കഴിഞ്ഞു കേട്ടോ. കൊണ്ട് പിന്നെ പനിച്ചായിരുന്നോ? അല്ലേ നമ്മള് രാവിലെ നമുക്കേ ശരിക്കോ ഫ്രഷ് ആയിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പോവാം. സമയം ഇന്നെങ്കിലും 10 മണിക്കെങ്കിലും നമുക്ക് ഇറങ്ങണം. അല്ലേ ചക്കരെ? അല്ലേടി ചക്കരെ ഇറങ്ങിയായിരുന്നോ? ജോണിക്കുട്ടിയുടെ പ്രശ്നം ഏതോ ജോണിക്കുട്ടി ഇതല്ലേ? എടുത്ത് പല്ല് കഴിക്കാൻ തുടങ്ങിയോ? ഇന്നലെ നമ്മള് കിടന്ന് ഇവിടെയാണ്, ആരുമില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ പബ്ലിക് ടോയ്ലറ്റൊക്കെ ഉപയോഗിച്ചേക്കാമെന്ന് വിചാരിച്ചു. ജോണിക്കുട്ടി റെഡിയായി, ചക്കി റെഡിയായി, മാള് റെഡിയാവുന്നു, അമ്മയാണെങ്കിൽ പുറത്ത് പോയേക്കുന്നു. അത്യാവശ്യം നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളുള്ളപ്പോൾ നമ്മൾ പുറത്തെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യും. ജസ്റ്റ് അല്ലേ ആണോ? മമ്മ വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ്. എസക്കൂട്ടൻ എൻ്റെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ക്യാമ്പിങ് ചെയ്യുമ്പോഴേ ഇവിടുത്തെ ആൾക്കാർ ടിഷ്യൂ പേപ്പറും ജസ്റ്റ് അവരുടെ ഒരുതായിട്ട് ഹൈജീൻ ബാഗുമായിട്ടാണല്ലോ പോകുന്നത്. നമ്മൾ പോകുമ്പോൾ കപ്പ്, ബക്കറ്റ്, ടിഷ്യൂ പേപ്പർ, ടവല്, തോർത്ത് സകലതുമായിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അല്ലേ? നമ്മൾ വെള്ളം സേവ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവരുടെ സർവീസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണല്ലോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ നമ്മൾ നമ്മുടെ വെള്ളമൊക്കെ ഉപയോഗിക്കണം, നമ്മുടെ ടോയ്ലറ്റ് മാത്രം. അതെ. കുളിച്ചോ? എന്റെ സ്കൂളിന് പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. അപ്പോൾ തുണികളെല്ലാം കയറ്റി വെക്കുന്നു, മാളോടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. സെയിം നോർമൽ റുട്ടീൻ അല്ലേ? എന്നാ വിശക്കുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രാഷ് ഔട്ട് ആവുന്നോ? അങ്ങനെയാണോ പറഞ്ഞേ? അന്നേരം എന്നാ ചെയ്യുന്നത് നിങ്ങള്? ഒക്കെ വരൂല്ലേ? ആണോ? വിശന്നിട്ടാണോ ജോൺകുട്ടിക്ക് കാണിക്കുന്നത്? അയ്യോ എല്ലാം കൂടെ താഴെ. അതെ ബേബിയുടെ കിട്ടിയല്ലോ, അത് കൊടുത്തേ മോനെ ബേബിക്ക്. അത് ബേബിക്ക് താഴെ ഇടാം, അവന്റെ മേത്തും വീഴില്ലേ. അല്ലെങ്കിൽ ഈ ചായൻ അവന്റെ ടോയ് വരുന്ന കാത്തിരിക്കുവാണ്. അതാരാ വരുന്നേ? നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നമ്മൾ ഇങ്ങനെ യാത്രയിൽ തെറ്റുന്നുണ്ട്. കാരണം ഇന്നലെ നമ്മൾ 7 മണിക്ക് പറ്റിയല്ലോ, ഇന്ന് രാവിലെ പിന്നെ താമസിക്കാല്ലേ. ഇന്നിപ്പോ 10 മണിയായി. ഇപ്പൊ തന്നെ 10 മണിയായി. നമുക്കിന്ന് മാക്സിമം ഡ്രൈവ് ചെയ്യാം. ഒന്ന് കുക്കിങ്ങിന് വേണ്ടിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യണ്ട. എന്നിട്ട് എങ്ങനെയല്ലെന്ന് നമ്മൾ അവിടെ ചെല്ലാനായിട്ട് KPCRയിൽ ഇന്ന് എത്തണം. ഓക്കെ, വെരി ഗുഡ്. മമ്മ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ചക്കിക്ക് സാൻഡ്വിച്ച്, ജോണിക്കുട്ടി കോൺഫ്ലെക്സ്, മാളിന്റെ മോനെ. നമ്മൾ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും സാധനങ്ങൾ വെക്കുമ്പം ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വെച്ചില്ലെങ്കിൽ വണ്ടി ഓടുമ്പോൾ എല്ലാം കൂടെ ഇളകി മറിഞ്ഞിതായി പോകും. അപ്പൊ ടൈറ്റ് ആയിട്ടിരിക്കണം അതിൻ്റെ അകത്ത്. രാവിലെ കോൺഫ്ലെക്സ്, പാല്, പഴം അല്ലേ? എന്നെ മോനെ പപ്പേനെ വരച്ചോണ്ടിരിക്കണോ? ഓക്കെ, മാളിന്റെ പരിപാടി കഴിഞ്ഞ മോനെ? 3, 2, 5 അല്ലേ? 5. യശക്കുട്ടി എന്നാ തരണ്ടേ? ഇപ്പൊ തരാട്ടോ. കുറച്ചുകൂടെ ആണുള്ളത് നിങ്ങൾക്ക്. വിചാരിക്കൂലേ വേസ്റ്റ് ആവില്ലല്ലോ. കൗച്ച് ബാക്കിലോട്ട് വെച്ചു കുട്ടി. പഴം കട്ട് ചെയ്തിർത്തേ? പഴം കട്ട് ചെയ്തിർത്തേ? പഴം ഓർമ്മയില്ലേ? ഓ, പപ്പേനെ വരച്ച് പപ്പേനെ എങ്ങനെയാക്ക. നെയ്യപ്പത്തലയാണോ പപ്പയ്ക്ക്? നല്ല മോർണിംഗ് ആയിരുന്നു കേട്ടോ. മറ്റേ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ 10 മണിയായി. 8 മണിക്ക് 7 മണിക്ക് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു. നമുക്ക് ആ ഒരു ഉറങ്ങാൻ ഭയങ്കരമായിട്ട് തോന്നും. കൊതിയായി പോയായിരുന്നു. ഇങ്ങോട്ട് നോക്കി.
ഇവിടെ പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഡേറ്റ്സ് അത്ര കുഴപ്പമില്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാം. ജോൺകുട്ടിക്ക് വേണ്ട, പക്ഷേ ഡേറ്റ്സ് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ യാത്രയിലൊക്കെ എപ്പോഴും എടുക്കുന്ന സംഭവമാണ്. കാരണം പൊട്ടാഷ്യം ഒക്കെ അതിൽ നല്ലതായിട്ടുള്ളതുകൊണ്ട് നമ്മളത് എപ്പോഴേലൊക്കെ സ്നാക്സ് ആയിട്ടാണ് കഴിക്കുന്നത്. ഇതിപ്പോൾ സ്വീറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ടാൽ നല്ലതാണ്. ഓഹോ, കൊച്ചിനെ വേണം. വളരെ ഇഷ്ടമല്ലേ ഡേറ്റ്സ്? ഫുള്ള് പാലെടുക്കുന്നത് വേസ്റ്റ് കളയാതെ കുടിക്കണം കേട്ടോ പെൺകുട്ടി. കഴിക്കുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ഡേറ്റ്സിന്റെ കുഞ്ഞു പീസ് തരാട്ടോ. നമ്മുടെ പൊന്നങ്കിലേക്ക് തരാവേ. വയറിഞ്ഞോ? ഇന്ന് നമ്മ ഒരു ഡ്രോപ്പില്ല. എന്നാ ജോണിക്കുട്ടി പറഞ്ഞ കേട്ടില്ല. ഒരു ഡ്രോപ്പ് ഇല്ലാന്ന്. ആണോ? ഒരു ഡ്രോപ്പ് ഇല്ലാണ്ട് മൊത്തം കഴിച്ചല്ലേ? ക്ഷീണമാണോ? റെഡി ഗൈസ്. കുട്ടിയെക്കാട്ടിലും ഇന്നത്തെ എസക്കുട്ടി ചക്കയായി. ചക്കയ്ക്ക് അപ്പൊ എസക്കുട്ടിയുടെ എപ്പഴും തരാം. എസക്കുട്ടി ചക്കയായി. നേരത്തേക്ക് ആയിരുന്നെങ്കിലേ ഒരുമിച്ചിരുന്ന് കഴിക്കായിരുന്നു. ഇപ്പൊ ഒരാള് ആദ്യമേ കഴിക്കും, ഒരാള് കൊച്ചിനെ നേരെ സമയത്ത് എടുക്കുക. 1 വർഷം കൂടെ 2 വയസ്സാകുമ്പോൾ തൊട്ട് കുഴപ്പമില്ലെന്നു അല്ലേ? പപ്പേനെ വരയ്ക്കുന്ന ജോണിക്കുട്ടി. എന്നാണത്? ചിക്കന് സന്തോഷമായല്ലോ. അങ്ങനെ നമ്മള് ഫൈനലി ഇറങ്ങുവാണ്. കറക്റ്റ് 10 മണി കഴിഞ്ഞിട്ട് 10:15 പപ്പേനെ ജോണിക്കുട്ടി വരച്ചേക്കുന്നതാണ്. ആള് എന്റെ കൂട്ടത്തില് ഫ്രണ്ടില് പപ്പേനെ സഹായിക്കാൻ ആളിരിക്കട്ടെ. കൊച്ചാളിരുന്നോ? എല്ലാവർക്കും ചാൻസ് ഉണ്ട് ജോണിക്കുട്ടി. ജോണിക്കുട്ടി എല്ലാവർക്കും ചാൻസ് ഉണ്ട് കേട്ടോ. എന്നെ ഇങ്ങനെയാണ് ഇത്ര നേരം വീഡിയോ എടുത്തത്. ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ചക്കിയുടെ ഡ്രോയിങ് ബുക്കാണ്. ഇടയ്ക്ക് ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിരിക്കുന്നതും അല്ലേ? ചക്കി വരച്ചാണോ? അടിപൊളി കേട്ടോ. ഞാൻ ആലോചിക്കുന്നേ പുറത്ത് തണുപ്പാണോ? ഭയങ്കര തണുപ്പാ. ട്രിപ്പ് ചേഞ്ച് ചെയ്താലോന്ന് ഞാൻ ആലോചിക്കുന്നത്. സത്യം നമ്മളിനി ചെല്ലുന്ന കിൽപ്പിസ്കറിയിൽ ഇതിലും തണുപ്പും കാറ്റുമാണ്. അതിലും പറയണ്ട. നമ്മള് നോർവേ വരെ പോകുന്നതാണ് ഇരുന്നത്. പക്ഷെ അവിടെ ആണെങ്കിൽ മൈനസ് അല്ല താനും. നോർവേയിൽ മൈനസ് അല്ല, മഴയോട് മഴ. നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലത്ത് കാണാൻ ഭംഗിയുള്ള എവിടെയും മഴ. പക്ഷെ ഇവരെല്ലാരും പുറകോല് പോയിട്ടുണ്ട്. ഞാൻ പുറകോല് പോയിട്ടില്ല. എനിക്ക് പുറകോയിൽ എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അവിടുത്തെ മരങ്ങള്, മറ്റേ ബിൽഡിങ്സ് ഒക്കെ കളർഫുൾ ബിൽഡിങ്സ്. ഓൾഡ് ടൗൺ, ഫിൻലൻഡിന്റെ ഏറ്റവും ഓൾഡ് ടൗൺ ആണ്. പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്റെ കൊളീഗിന്റെ വീട് അവിടെയാണ്. എപ്പോഴും അവര് പറയും നമുക്ക് എന്നാ ഇവിടെ പോയാലും ചെയ്യാം. ആണോ? ഇനി എന്റെ ഇവിടെ പരിപാടി റോട്ടിലൂടെ പോണവർക്ക് കൈ കൊടുക്കുവാണോ? ആണോ യശക്കുട്ട? യശക്കുട്ടി എന്നാ ചെയ്യുവാ? ടാറ്റ ടാറ്റ കൊടുക്കണോ? ടാറ്റ 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 കൊടുക്കണോ? ടാറ്റ ടാറ്റ ആണോ? ഹെൽസിംഗിയിലാ? എന്നെ എടുക്കാനാടാ? എന്നെ എടുക്കാനാടാ? വെയിറ്റ് ചെയ്യാനാ? അവർക്കൊക്കെ അടുത്ത ആഴ്ചയാ വെക്കേഷൻ, ഈ ആഴ്ചയല്ല. പഴയ സെക്കൻഡ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നുണ്ടോ? വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടോ ചോദിക്കുക. ആ സൈഡിലേക്ക് turn left, then turn right. ഓരോ സാധനങ്ങളൊക്കെ ഹിസ്റ്ററി ബെൽറ്റൊക്കെ കിടത്തിയേക്കോടെ, സീറ്റ് ബെൽറ്റൊക്കെ ഉണ്ട്. കൊച്ചിറങ്ങുമ്പോ പയ്യെ സംസാരിക്കണം കേട്ടോ. എന്നതാണോ നീ കാണിക്കണേ? നീ ഉറങ്ങിക്കുവാണെങ്കിൽ കുറച്ചു നേരം. എങ്ങോട്ടാണ് പാണ്ടിതുര അണ്ണൻ? എങ്ങോട്ടോ പോകുന്നു. വഴിയൊക്കെ ഓടിക്കണേ, എങ്ങോട്ടോ പോവല്ലേ.
ജീവിക്കാൻ കൊതിയുള്ളവരാണേ. നമ്മള് കിൽപ്പിസിയാറിലേക്ക് 450 കിലോമീറ്റർ ഉണ്ട്. Continue for 457 kilometers. കുഞ്ഞുവാവ എഴുന്നേറ്റ് ഞാൻ പോവാണ് എൻ്റെ അടുത്ത്. നമ്മൾ കെമയിൽ നിന്ന് കിൽപ്പിസിയാർ വഴിയാണ് നോർവേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന ചെറിയ ഗ്രാമങ്ങളാണ് ഈ കാണുന്നത്. പക്ഷെ ഇവിടെ ഓട്ടം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പൊതുവെ ഈ സൈഡിലേക്ക് ആൾക്കാരൊക്കെ കുറവാണ് താമസിക്കുന്നത്. കൂടുതൽ സമ്മർ കോട്ടേജുകളൊക്കെയാണ്. ഒത്തിരി ഫോറസ്റ്റ് ഏരിയ ഉള്ള സ്ഥലമാണ്. ഫിൻലൻഡിലെ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ള ബസ് സ്റ്റോപ്പുകളാണ് കേട്ടോ. ഇന്നത്തെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ചെറിയ സൗകര്യങ്ങളുണ്ട്. നമ്മൾ ലാപ്ലാൻഡിലേക്ക് അല്ലെങ്കിൽ നോർത്ത് സൈഡിലേക്കൊക്കെ വരുമ്പോൾ മൊത്തം ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. ഇടയ്ക്ക് ഓരോ വീടുകൾ, ബാക്കിയെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. വെക്കേഷൻ സെന്റർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കാരണം വെച്ചാൽ ഒത്തിരി കോട്ടേജുകളുണ്ട്. അതെവിടെ കണ്ടത് ചെറിയ മലകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ശരിക്കും ചെറിയ കുന്നൊക്കെ കാണണമെങ്കിൽ ഈ സൈഡിലേക്ക് വരണം. ഗ്രേ വെതർ എന്ന് പറയാൻ കാരണം ഇതല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാലും ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും മൊത്തം ഒരു ഇരുട്ടൊക്കെ ആയിട്ട് നമ്മൾ ചില സാധനങ്ങൾ മറന്നു പോയായിരുന്നു. അപ്പം അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മുട്ട വാങ്ങിയാണ്, പക്ഷെ അത് ഭയങ്കര കുറച്ചുള്ളൂ അല്ലേ. പിന്നെ ഇന്ന് നമ്മൾ മാക്ക് ആൻഡ് ചീസ് വൈകിട്ട് ഉണ്ടാക്കും. പിന്നെ പാൻ കേക്ക് നാളെ. അതുകൊണ്ട് Turn right. നല്ല തണുത്ത കാറ്റുണ്ട്. Head north. കിൽപ്പിസിയാറിക്ക് പോകുന്ന വഴി ഭയങ്കര രസമാണ്. മൊത്തം ലേക്കുകളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം മകൻ ജ്യൂസ് ഉണ്ടാക്കിയാലോ? ലഞ്ച് ടൈമാണ്. ലഞ്ച് ടൈം ആയി. ഒരു നല്ല അടിപൊളി ഒരു ലേക്ക് സൈഡ്. ലേക്ക് ആണോ റിവർ ആണോ എന്താന്ന് മനസ്സിലായോ? ലേക്ക്. ഇനി ഇവിടെ ഫുഡൊക്കെ അത്യാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ട് പോലെ. സൺലൈറ്റ് ഉള്ളതുകൊണ്ട് ഗ്രേ വെതർ എന്ന് പറയുന്നില്ല അല്ലേ. മാള് ഭയങ്കര വായനയിലാണ്. മാള് വായിച്ചു തീരാ. എത്ര പേജായി? പകുതി കഴിഞ്ഞാ? 10 ഉണ്ട്. ജോണിക്കുട്ടി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്ക്. വെള്ളത്തിന്റെ അങ്ങോട്ട് പോവരുത്. ഇവിടെ ഇറങ്ങാൻ വഴിയുണ്ടോ നോക്കിയാൽ മതി. പോവരുത് കേട്ടോ. അമ്മയുടെ കയ്യിന് മാറൂല എങ്ങോട്ടും. ഓക്കെ, അപ്പം എനിക്ക് ജസ്റ്റ് ആ പാത്രം ഒന്ന് സെറ്റ് ആക്കി തന്നത്. ഞാൻ ഇപ്പം മാക്ക് ആൻഡ് ചീസ് റെഡി ആക്കി തരുന്നതായിരിക്കും എല്ലാവർക്കും. അപ്പച്ചന്റെ അല്ല, അപ്പച്ചന്റെ തൊപ്പി എന്തെന്ന്? പപ്പയുടെ തൊപ്പി എന്തെപ്പാ? ഡാനയുടെ തൊപ്പി അത് ചക്കിക്ക് കൊടുക്ക. വാരി കെട്ടി വെച്ച് ചക്കി ഫുള്ള് വാരി കെട്ടി വെക്ക. എടാ വെറ്റായ അതിന്റെ അർത്ഥം മൂത്രം ഒഴിച്ചതല്ല, നനഞ്ഞെന്ന് പറഞ്ഞാ പോരെ. അല്ലേ മുടി കെട്ട ഇഷ്ടമില്ലാത്ത ആളാ. അപ്പൊ പിന്നെ അതുകൂടെ കേട്ടി നമ്മള് കെട്ടുവോ? മാക്ക് ആൻഡ് ചീസ് വേണമെന്നല്ലേ പറഞ്ഞത് മാളു. പിന്നെ ബ്രെഡും ചിക്കൻ നഗറ്റ്സും അല്ലാണ്ട് വേറെ ആയിരുന്നു ഓപ്ഷൻ. അപ്പൊ നീ അല്ലേ പറഞ്ഞ മാക്ക് ആൻഡ് ചീസ് വേണമെന്ന് പറഞ്ഞ് എഴുതിയതല്ലേ? എന്നിട്ട് തന്നെ ആയിരുന്നു. അപ്പൊ പിന്നെ അടുത്ത എന്നതാ എന്ത് ചെയ്യാത്ത? ഇന്നലെ റൈസ് ആൻഡ് മൾട്ടി കളർ ചിക്കൻ ആയിരുന്നു ചെയ്തു അത്. പിന്നെ ഇന്നലത്തേത് പാസ്ത ആയിരുന്നു. എന്നാ പാസ്ത ചെയ്യണോ? മറ്റേ ടൂണിക്കാല പാസ്ത ചെയ്യണോ? വേണോ? ടൂണിക്കാല പാസ്ത വേണോ? മാക്ക് ആൻഡ് ചീസ് വേണോ? ട്യൂണ ഫിഷിന്റെ പാസ്ത വേണോ? മാക്ക് ആൻഡ് ചീസ് വേണോ? ഫാസ്റ്റർ ആവണത് എനിക്ക് തോന്നുന്നു. ഏതാ എനിക്ക് ചെയ്യാൻ വേണ്ടത്? ടൂണിക്കാലയാണ്. ട്യൂണ ഫിഷിന്റെ ഫാസ്റ്റർ. അത് പേര് നമ്മൾ ഐഡിയ ഇത് ചേഞ്ച് ചെയ്തു. നമ്മള് ഇന്നലത്തെ ലഞ്ച് ഇന്നാക്കുവാണ് പാസ്ത ട്യൂണ ഫിഷ്. എന്നാടാ? ഓയോയോ എന്ത് പറ്റി ചോണിക്കുട്ടി? അത് അടച്ചേക്ക്. മതി മതി മതി, വാ എണീറ്റ് വാ. ടാങ്കിൽ വെള്ളം സേവ് ചെയ്യാം. അപ്പൊ ഞാൻ ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം. ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാ. അവര് വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണേ.
പക്ഷെ നല്ല തണുപ്പാ. പോയതിന്റെ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരുന്നുണ്ട്. അതിനെ പറ്റിയേ തണുക്കുവാണോ? എന്നെ പറ്റിയേ തണുപ്പാണോ? കാറ്റുള്ളോണ്ടായിരിക്കും. കലങ്ങി കിടക്കുവാന്ന്. അതല്ല കുഞ്ഞ് ചായ ഇരിക്കുന്നതല്ല വലുത്. നമ്മള് മുളപ്പിച്ച പയറാണ് ഉണ്ടായത്. അതൊന്ന് കടി പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അല്ലേ? മൊത്തം എടുക്കുന്നുണ്ടോ? അത് ഉണ്ടാക്കി വെച്ചേക്കാം. കാരണം കേടായി പോയാലോ. മണ്ടിപ്പാ ആ മീനെ പിടിക്കാൻ പറ്റത്തില്ല. വാ എന്നാ ജോണിക്കുട്ടി അമ്മ ഫുഡ് ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഏസക്കൂട്ടിനെ ചെറുതായിട്ടൊന്ന് കാറ്റ് കൊള്ളിക്കാൻ ഇറങ്ങിയതാണ്. നല്ല തണുത്ത കാറ്റുണ്ട് അല്ലേ? ഏസക്കുട്ടിയാണ് തണുപ്പൊക്കെ അടിച്ച് നല്ല സുഖിച്ചിരിക്കുന്ന പോലെയാണേ, നല്ല വാമായിട്ട്. ഇനി നമ്മളെ ഉദ്ദേശിക്കുന്നതിനേക്കാളും കാറ്റുണ്ട് പുറത്ത്. വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. അവർക്ക് അത്ര അറിയത്തില്ല. ചുക്ക് കുക്കിംഗ് ആണ്. നമ്മളും പ്രശ്നത്തിലാവും, അവരും പ്രശ്നത്തിലാവും. അത് തന്നെ. പയർ മുളപ്പിച്ചത് കുറച്ച് സ്മോക്ഡ് പാപ്രിക്കയും പിന്നെ കുറച്ച് ഗ്രില്ലി മസാലയൊക്കെ ഉണ്ടല്ലോ, സ്പൈസസ് ഒക്കെ ഇട്ട് ഉലത്തി, തേങ്ങയൊന്നുമില്ല കേട്ടോ, വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഉലത്തി എടുത്തേക്കുന്ന. അപ്പൊ ഒരു പ്രോട്ടീൻ എന്തായാലും കാര്യമായിട്ട് നമുക്ക് വേണമല്ലോ അല്ലേ? പിള്ളേര് ഭയങ്കര കളിയാണ് പുറത്തേക്കൂടെ, നല്ല കാറ്റും ബഹളമാണ്. ഇനിയിപ്പോൾ അവർ കയറി വരുമ്പോഴേക്കും അവർക്കുള്ള ഫുഡ് റെഡിയാക്കണം. അപ്പോൾ പാസ്ത ഞാൻ ജസ്റ്റ് കുക്കറിൽ വിസിലടിക്കാമെന്ന് വെച്ചപ്പോൾ പെട്ടെന്നാവുമല്ലോ. പിന്നെ ഇപ്പം മസാല ഇട്ട് പയറുണ്ടാക്കിയതിൻ്റെ അകത്ത് തന്നെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലീൻ ചെയ്തിട്ടാണ് ഇനി ചിക്കൻ ബോൾസ് ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ പാത്രമായി കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഇങ്ങനെ പെട്ടെന്ന് ക്വിക്കായിട്ട് മീൽ ഉണ്ടാക്കുമ്പോഴേ, ഇപ്പോൾ ഓൾറെഡി അത് വേവിച്ച് നല്ല ഹീറ്റ് ആയിട്ടിരിക്കണം മസാല പാത്രമാണ്. സിംഗിൾ പോട്ട് കുക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി അടുത്ത് നമ്മൾ ജസ്റ്റ് ഈ ചിക്കൻ ബോൾസ് ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്തെടുത്ത് വെക്കാൻ പോവാം. പിള്ളേര് വരുമ്പോഴേക്കും അപ്പൊ നമുക്ക് റെഡിയാകാം. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ പുറത്തേക്ക് കളിച്ചിട്ടാ? അയ്യോടാ, അതെന്നാ പറ്റി? ഞങ്ങളെ ഫോഴ്സ് ചെയ്ത് പുറത്താക്കി അയ്യോടാന്ന്. നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും മക്കളെ. നമ്മൾ മാക്ക് ആൻഡ് ചീസ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ക്രീമും ചീസും മാത്രമല്ല കേട്ടോ, അതിൻ്റെ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവമൊക്കെ ചേർക്കുന്നുണ്ട്. സ്മോക്ഡ് പാപ്രിക്കയാണ് റെഡ് കളറിൽ, പിന്നെ വെളുത്തുള്ളിപ്പൊടി, ഉള്ളിപ്പൊടി, പിന്നെ കുരുമുളക്, അങ്ങനത്തെ സംഭവം. ഇതിപ്പോൾ നമ്മള് ബർഗർ മേടിച്ചപ്പോൾ കിട്ടിയത് നമ്മള് ഇതിലങ്ങ് യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ബട്ടറിലാണ് നമ്മൾ ആ പൊടികളെല്ലാം നന്നായിട്ട് സോട്ട് ചെയ്തേക്കുന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് വറക്കും. ഒരു സ്പൂൺ മൈദപ്പൊടി. ഒന്ന് 2 സ്പൂൺ ഇടാം കേട്ടോ. അത്രയിട്ട് നന്നായിട്ട് വറക്കുവാണ് നമ്മള്. കുറച്ച് ക്രീം അതിലോട്ട് ഒഴിച്ചു. ഇനി അത് കട്ടയില്ലാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി മെൽറ്റ് ആക്കണം. ഏത് ക്രീം യൂസ് ചെയ്യാൻ കാണിക്കണം? ഹെവി ക്രീം. നമ്മളൊരു കുഞ്ഞു വിസ്കും കയ്യിലെടുത്തിട്ടുണ്ട്. അതിന്റെ ചീസ് ആഡ് ചെയ്യോ? ചീസ് ആഡ് ചെയ്യും. കളിക്കണോ ഇച്ചേയ? കുറച്ച് വെള്ളം കുടിച്ചേ. ഓർമ്മിപ്പിച്ച് വെള്ളം തരേണ്ട അവസ്ഥയാണ്. ഇതൊന്നും മൂക്കിയും കണ്ടും കുടിക്കണ്ടേ? നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ കുടുംബത്തിന് വളരെ ഇമ്പോർട്ടന്റ്, അറിയില്ലേ അത്? കുടിക്ക്. പപ്പ ചാരികസാരായാലും ഇനി കൊച്ചുറക്കത്തുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അതിനിടയ്ക്ക് മാളുവിന്റെ മിഠായി ജോണിക്കുട്ടി കട്ട് നിന്നു പറഞ്ഞിട്ട് ഇവിടെ 3 പേരും വഴക്ക്. എന്താണേലും അതിന്റെ ഇടയ്ക്ക് നമ്മുടെ മാക്ക് ആൻഡ് ചീസ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ വെന്ത് വെച്ച മക്രോണി അല്ലേ? വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഇടണേ. വെള്ളം കളയാവൂ. താമസിക്കില്ല, പെട്ടെന്ന് പെട്ടെന്ന് ഇടണം.
വെള്ളം ഇല്ല കയറണേ. ജോണിക്കുട്ടി എല്ലാ ദിവസവും ഇങ്ങനെ പറ്റത്തില്ല കേട്ടോ. അവിടെ ഇരുന്ന് നീ ചെയ്യുമ്പം നല്ല 3 ടൈപ്പ് ചീസൊക്കെ. ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തത് ജസ്റ്റ് ഷെഡാറും എന്തൊക്കെ ഇതിന്റെ അകത്തുള്ളത് ഇമ്മാൻഡൽ സെമി ഹാർഡ് ചീസും ഷെഡാർ ചീസും ആട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇനി ഇത് മേളിൽ വെതറിയിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുകയോ ചെയ്യണം. ഇപ്പൊ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിന് മേളിലോടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് നമ്മൾ മൂടി ഒരു കുറച്ചു നേരം വെക്കും. അത് മെൽറ്റ് ആവണം വരെ. ഇതിന്റെ നല്ല ക്രീമി മാക്ക് ആൻഡ് ചീസ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോക്കാം. ഓക്കെ ഓക്കെ നല്ലതായിട്ട് ഇത് മെൽറ്റ് ആയിട്ടുണ്ടേ. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടില്ലേ. നല്ല മണം എന്തായാലും കറക്റ്റ് പെർഫെക്റ്റ് മണം കേട്ടോ. നമ്മൾ സ്പഗറ്റിക്കും പാസ്തയ്ക്കും എല്ലാം ഈ സെയിം സംഭവമാണ് എടുത്തേക്കുന്നത്. ഇതിന് തന്നെ നമ്മൾ കപ്പയും കോരിയത്. അപ്പം ഒത്തിരി അങ്ങനെ പാത്രങ്ങൾ പരമാവധി കുറച്ച് യൂസ് ചെയ്യാം. ഓക്കെ പ്ലേറ്റ് ഓരോരുത്തരെടുത്തുണ്ടോ നമുക്ക് കൊച്ചിനെ ഈ ഫുഡ് ഇടുക. ഇനി നമ്മൾ നല്ല ക്രീമി കുറച്ചിട്ടാൽ മതി, കാരണം നല്ല ഹെവി ആയിരിക്കും. പിള്ളേർക്ക് നഗറ്റ്സ് കിട്ടിയില്ല, പക്ഷെ ചിക്കൻ ബോൾസ് ആട്ടോ. നഗറ്റ്സ് ഉണ്ടാവും, പക്ഷെ പപ്പ പറഞ്ഞു ചിക്കൻ ബോൾസ് നല്ല ചിക്കൻ ബോൾസ് നല്ലത്. ഓക്കെ ഇനി എൻ്റെ അടുത്ത് സാലഡ് 2 കുക്കുംബർ കരിഞ്ഞ്. അതിനേക്കാളും അവന് വെക്കണേക്കാളും ഇതാണ് ഇഷ്ടമായത്. ചിക്കൻ നഗറ്റ്സ് ഇതിന് കൊടുത്ത് മറ്റേ കെച്ചപ്പ് കിട്ടോ. ഇതിലൂടെ കെച്ചപ്പും കഴിക്കുമോ? ഓക്കെ നല്ല നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി സൺലൈറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാട്ടോ. കാറ്റുള്ളത് കൊണ്ട് നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ വിൻഡോ ഓപ്പൺ ചെയ്യാം നമുക്ക്. എന്നാപ്പാ ആണോ? ഓ ഹിച്ച വയ്യ. നമ്മള് ഒരു കുറച്ചിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചപ്പോൾ നല്ല ഫ്രഷ് എയർ ഒക്കെ കൊണ്ട് ലൈറ്റ് ഒക്കെ കൊണ്ട് എങ്ങനെയുണ്ട്? ആ സൈഡിലത്തെ തുറക്കരുത് പറഞ്ഞത്. സൈഡിൽ വെച്ചിട്ട് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇത് കേട്ടോ. ആ സമയം കൊണ്ട് പപ്പയും കുഞ്ഞുമോനും ഉറക്കമായി. നമ്മുടെ റോഡ് ട്രിപ്പിൽ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി അവർ നല്ല രുചിച്ച് കഴിക്കുന്നു. നല്ല നേച്ചറിൽ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരുന്ന് കഴിക്കുമ്പം അല്ലേ, അതിൻ്റെ ഒരു എല്ലാ ദിവസവും നമുക്കതുപോലെ ഒത്തു വരണം എന്നൊന്നുമില്ല, പക്ഷേ ചില മൊമെൻറ്റ്സ് ചില നിമിഷങ്ങളൊക്കെ നന്നായിട്ട് ഒത്തുവരും അല്ലേ. അത് മാക്സിമം നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുകയും ചെയ്യും. ഇന്നലത്തെ ചിക്കൻ ബ്രസ്റ്റിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് അതുകൂടെ എടുത്തു. നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയാലും വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും നമ്മൾ കൂടുതൽ ആഡ് ചെയ്യും കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാകാം. ടീക്ക് വരുന്ന നാരങ്ങളും ഉണ്ടാക്കി തരാം. അപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കുംബർ ഏറ്റവും ഇഷ്ടം. സ്കൂളിൽ കുക്കുംബർ മറ്റേ സോളക്കുറുക്കും എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ പിക്കിൾസ് ഇഷ്ടമില്ല. പക്ഷെ എന്തോ അതായത് വെജിറ്റബിൾസ് സോഫ്റ്റ് ആണെന്ന് ജോണിക്കുട്ടിക്ക് ഇഷ്ടമല്ല, ഫ്രഷ് ആയിട്ടുള്ളതാ കഴിക്കാൻ ഇഷ്ടമുള്ളൂ അല്ലേ. എനിക്ക് ഇഷ്ടം. പക്ഷെ സ്കൂളിൽ മറ്റേ കുറുക്കില്ലേ തിരിച്ചു വെച്ച മോനേതാ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഇച്ചിരി വെജിറ്റബിൾ ഒക്കെ നമ്മൾ ഫുഡ് കഴിക്കണ കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും വയറിന് നല്ലതായിരിക്കും. പിള്ളേർക്ക് ഹാർട്ട് സ്ട്രോക്ക് ഒന്നും ഉണ്ടാകില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവർ വെള്ളം കുടിക്കാനൊക്കെ ഓർമ്മിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് വെക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും യൂറിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പം മീലിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ജോൺകുട്ടി പയ്യെ വർത്താനം പറയട്ടോ. പപ്പയും ബേബി ഉറങ്ങുവാണേ. അവർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അമ്മ ഇത് പെട്ടെന്ന് ഒരു തട്ടി വെക്കാം. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞോ? ഓക്കെ ഇതുപോലെ അടിയിൽ ഇങ്ങനെ ഗ്രിപ്പുള്ള മാറ്റി ഇതിൻ്റെ മേളിലിടുമ്പം പാത്രങ്ങൾ വണ്ടി ഓടുമ്പോൾ ഉരുണ്ട് പോകില്ല കേട്ടോ. അത്യാവശ്യം എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഇടുവാണെങ്കിൽ നമ്മുടെ പരിപാടി ഓക്കെ. എന്താ ചെയ്യണ പിള്ളേർ നിങ്ങൾ? ആക്ച്വലി ഇവർ ചെയ്ത് ഇടുന്നതാണ് എപ്പോഴും. അപ്പം ഞാൻ നോക്കുമ്പോൾ അവർ നല്ല വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവിടെ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത്. അപ്പം ആ സമയം കൊണ്ട് ഒരു അതെന്നാ ചിരിയാണത്, അതെന്നാ ചിരിയാന്ന്. ഏറ്റവും ലാസ്റ്റ് പപ്പേനെ വിളിക്കുവാണെങ്കിൽ അത്ര കൂടുതൽ അവർക്ക് ഉറങ്ങാലോ. ഓൾമോസ്റ്റ് 3:30 ആയിട്ടോ. നീ താമസിച്ചാൽ ചിലപ്പോൾ ഒത്തിരി ലേറ്റ് ആവും. പയ്യെ വിളിച്ചു വെക്കാം. അപ്പോൾ എഴുതുമ്പോൾ ബാക്കിൽ ഇരിപ്പുണ്ട്. ചായ എന്താ പോയാലോ? 3:30 അതേ കിടക്കണോ? കുറച്ചുകൂടെ ഉറങ്ങണോ?
കേട്ടില്ല, കേക്കാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞു അല്ലേ? ബേബി ഉറങ്ങണോ? കാണാൻ പാടില്ല, ഒന്ന് തിരിയാവോ? അവൻ നല്ല ഉറക്കാല്ലേ? 3:30 എപ്പോഴാ പോണ്ടേ? 4 മണിക്ക് പോവാ. ഓക്കെ. ഫുഡ് കഴിക്കുന്നുണ്ട് ചാൻ? ഇപ്പൊ വേണ്ടേ? ഞാൻ ചെറുപയറും എടുത്തിച്ചാൻ്റെ വയറ് നിറച്ച് കളഞ്ഞെന്ന് തോന്നുന്നു. ചാന് വേണ്ടാന്ന്. എവിടെ നടാ നീ ഇത് പഠിച്ചേ? എന്റെ ക്രീമി മാക്ക് ആൻഡ് ചീസും കഴിച്ചിട്ട് നീ get out from here my lady എന്നോ? ഉപദ്രവിക്കില്ല. അപ്പൊ പപ്പ അവിടെ ഉറങ്ങുന്നു. 4 മണി വരെ 1/2 മണിക്കൂർ സമയമുണ്ട്. ആരെങ്കിലും വരുന്നുണ്ട് എന്റെ കൂട്ടത്തിലാ? ഇല്ല, അവരാവശ്യം. മര്യാദയ്ക്ക് ഇരുന്നേ. മതിയടാ, അവള് കൈ എടുത്തു. ഇനി ഡ്രാമ നിർത്തിക്കോ. ഷോ മതി. ഞാൻ നടന്നിട്ട് വരാവേ. നല്ല കാറ്റുണ്ട്, പക്ഷേ ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലം കൂടിയാട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു പയ്യ സൈഡിലോട്ടൊന്ന് പോയി നോക്കാന്ന്. അതിലേ ഇറങ്ങണ വഴിയെന്ന് എനിക്കറിയില്ല. അതിലേക്ക് ഇവിടെയും പേപ്പർ വേസ്റ്റ് കിടക്കും. പേപ്പറൊക്കെ പിന്നെ ദഹിച്ചു പോകുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൂടി കിടക്കുമ്പോഴാണ് ഏറ്റവും കഷ്ടം. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. കലക്കവെള്ളം എന്ന് പറഞ്ഞായിരുന്നു ആദ്യം എടുക്കാതിരുന്നത്. പോയി നോക്കാം. പിന്നെ ഫിൻലൻഡിൽ ഈ വെതറിലൊക്കെ ഇഷ്ടംപോലെ പാമ്പുകൾ കാണും. സമ്മർ തൊട്ട് ഓട്ടത്തിലൊക്കെ ഒത്തിരി പാമ്പുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്കറിയത്തില്ലല്ലോ, എല്ലാ ഏരിയയും നമുക്ക് പരിചയമില്ലല്ലോ. ഇതിലിങ്ങനെ നടന്ന് പിന്നെ വേറെ ആനിമൽസ് ഒന്നുമില്ല, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ഒരു ചെറിയൊരു ബീച്ച് പോലത്തെ സെറ്റപ്പ്, കുഞ്ഞൊരു ബീച്ചാണേ. നല്ല തരിമണലൊക്കെ ആയിട്ടുള്ള സാൻഡ് ബീച്ച്. വാവ്, അയ്യോ നല്ല ബീച്ചാട്ടോ ഇത്. പിള്ളേരിത് കണ്ടായിരുന്നേ അവരിവിടെ വന്ന് കളിച്ചേനെ. ഇത് ശരിക്കും പറഞ്ഞാൽ കടൽ വറക്കാൻ നല്ല മണലായിരുന്നല്ലോ. അവരവിടെ വണ്ടിയിൽ റെസ്റ്റ് എടുക്കുന്നു, കളിക്കുന്നു, ഉറങ്ങുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും ഓക്കെ ആയി. കറക്റ്റ് സമയത്ത് ഇവർ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇവർക്ക് പോലും അറിയില്ല ഇവരെന്തിനാണ് ബഹളം കൂട്ടുന്നതെന്ന്. പക്ഷെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കാമായി. അപ്പോൾ പോകെ നമുക്കത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഇതൊക്കെ കഴിച്ചില്ലെങ്കിൽ നമുക്കും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അയ്യോ, ഇത് കണ്ടോ, ഒരു കുഞ്ഞ് ഷോറ്. അതായത് അധികം വീതിയൊന്നുമില്ല, ഒരു ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന ഇത്രയും സ്പേസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി ദൂരേക്കൊന്നും നടക്കുന്നില്ല എന്ന് വിചാരിച്ചു, കാരണം അവരിവിടെ കിടക്കുവാണല്ലോ. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഇച്ചിരി ഫ്രഷ് എയറൊക്കെ കൊണ്ട് ഇങ്ങനെ സൺലൈറ്റ് ഉള്ളപ്പോഴാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നെ വിളിച്ചോ? വരാനാണോ? വരുവാ. അങ്ങ് അകലെ ഒരു ബ്രിഡ്ജൊക്കെ കാണുന്നുണ്ടോ? നല്ല വേവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നു, നല്ല തണുപ്പാണേ. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം. അയ്യോ, നല്ല തണുത്ത വെള്ളം. പക്ഷെ സൗനയൊക്കെ ചെയ്തിട്ട് ഈ വെള്ളത്തിലൊക്കെ ഇവിടുത്തെ ആളുകൾ ഇറങ്ങും കേട്ടോ. നമ്മളും ഇറങ്ങിയിട്ടുണ്ടോ 1-2 തവണയൊക്കെ. പിന്നെ ഇപ്പം അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ കുഞ്ഞുവാവേനെ കൊണ്ടിരിക്കുവാണല്ലോ. ഞാൻ ഈ പ്രാവശ്യം രണ്ടും കൽപ്പിച്ച് വിൻ്റർ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് വന്നത്. ഇതിന് മുമ്പൊക്കെ നമ്മൾ സമ്മറാണല്ലോ, ഓട്ടമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് വലിയ ഷൂസ് അല്ലെ അങ്ങനെ വിൻ്ററിന് പറ്റുന്നൊന്നും എടുക്കാറില്ലായിരുന്നു. പക്ഷേ എപ്പോഴും ക്ലൈമറ്റ് മാറും. എന്നിട്ട് ഇവരെല്ലാം നല്ലതായിട്ട് പുറത്തോടെ എൻജോയ് ചെയ്യും. എനിക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല തണുത്തിട്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്താണെങ്കിലും ഞാൻ നല്ല വാമായിട്ടുള്ള സംഭവം, പിന്നെ അകത്ത് ലെഗിൻസ് അങ്ങനെയുള്ളതൊക്കെ ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാം മൂടിക്കെട്ടി, ഒരു പ്രശ്നമില്ല. ഹാപ്പി. ഇതൊരു കുഞ്ഞു ഫയർ പ്ലേസ് ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു തോന്നുന്നു. നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കയറി ഇതായിട്ട്. ഇവിടെ കുറച്ച് നേരം ഇരിക്കായിരുന്നു, ഒരു പിക്നിക്ക് പോലെ. ഇന്നിവിടെ അങ്ങ് സ്റ്റേ ആക്കിയാലോ? അയ്യോ, ഇവിടെ എന്തോ ജീവി ഇറങ്ങിപ്പോയേ. കുറുക്കൻ്റെ കാൽപ്പാടാണോ? അതേ വല്ലവരും പട്ടീരെയും കൊണ്ട് ഇറങ്ങി വന്നതാണോ? ആണ്ടേ, തവള. അയ്യോ, ഞാൻ ഫിൻലൻഡിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു തവളേനെ കാണുന്നേ. തവള, കടൽ തവള എന്ന് തോന്നുന്നു.
സീഷനിൽ വന്ന് കിടക്കണു. ഇതെങ്ങാണ്ട് കഴിഞ്ഞ ദിവസത്തെ കൊടുങ്കാറ്റിലെങ്ങാനും വല്ലോ. എടാ തവളെ ഒന്നിറങ്ങി വരുവാടാ കാണാൻ. പിള്ളേരെ വിളിച്ചെടുത്ത് കാണിക്കാം കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ അടിച്ചു കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയ പൊത്തൊക്കെ ഉണ്ടല്ലോ. ഇതിനകത്ത് ചിലപ്പോൾ സീലൊക്കെ കാണുമായിരിക്കുമോ? വാവ്, എൻ്റെ അമ്മ പുല്ലനങ്ങനെ ഒച്ചയാണ്. പക്ഷെ കേട്ടിട്ട് പേടിയാവുള്ളൂ. എനിക്ക് തന്നെ വരാൻ പേടിക്കാൻ പോവാ. പിള്ളേരെ തവള തവള മുഴുത്ത തവളയുണ്ടോ അവിടെ? വിശ്വസിക്കോ? അത് അവര് വരുന്നുണ്ടോ? എന്നെ കാണിച്ചു കൊടുക്കായിരുന്നു. അവർക്ക് കാണണ്ടേ? മമ്മ കാണിച്ചു. ആ തവളയല്ല, വേറെ ഉണ്ട്. മമ്മ കാണിച്ചു തരാം. അവര് വരുന്നുണ്ടോ? മാളു ചക്കി ഇല്ലില്ല. തവളേനെ കാണാൻ വരുന്നുണ്ടോ? സമ്മക്കോ തവള തവള സമ്മക്കോനെ കാണാൻ വരുന്നുണ്ടോ? മുഴുത്ത സമ്മക്കോ വരുന്നോ? പക്ഷെ ചെവിയൊക്കെ മൂടിയിട്ട് വരണം. ഓടിവാ. അങ്ങനെ ഞാൻ കണ്ട തവളേനെ പിള്ളേരെയും കൂടെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. എന്തോ സാറല്ലോ, ടൈം എടുത്തോട്ടെ. ഇതുണ്ട് നല്ല. നിങ്ങളിത് കണ്ടില്ലായിരുന്നു ആദ്യമേ ഇറങ്ങി വന്നപ്പോ? അത് ശരി. ഇപ്പൊ കണ്ടില്ലേ? നമുക്ക് കാണാറുണ്ടല്ലോ. ഇനിയിപ്പോ സമ്മറില് ഫിൻലൻഡിലെ സാൻഡ് ബീച്ചിലൊന്നും വന്നില്ല എന്നുള്ള പരാതി പോട്ടത്തിൽ തീർന്നില്ലേ? തവളയെ കണ്ടാൽ മതിയല്ലോ കൊച്ചിന്. അമ്മ നോക്കട്ടെ തവള എവിടെയാന്ന്. ഒരു കോലെടുത്തോ. ഈ കോലെടുത്തപ്പോ തവളേനെ പയ്യെ തോണ്ടാം. അതെടുത്തോണ്ട് വാ. പറയാം. വാ പയ്യെ വരണേ. അവൻ ഇറങ്ങിപ്പോയോന്നറിയില്ല പേടിച്ചിട്ട്. കൊള്ളാലോ. പയ്യെ വാ. അവിടെ ഉണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ അവിടെ നിക്കണേ. അയ്യോ മാറി നിക്ക്. വേറെന്തോ സാധനം ഉണ്ടല്ലേ? നിക്ക്, കൈവിട്ടേടാ. ഞാൻ ആദ്യം പുറത്തേക്ക് ചാടിക്കട്ടെ. ഈ നിക്കണ എന്നാ ഞാൻ നോക്കട്ടെ ആദ്യം. നിക്കടാ. ഇതുണ്ടോടാ, അതിനെന്തൊരു തിളക്കമൊക്കെ ഉണ്ട്. ഇതുണ്ടോ? അതെന്നാന്ന് ഞാൻ നോക്കട്ടെ. അത് പാമ്പ് വല്ലാണോ അറിയത്തില്ലോ. ഇച്ചിരി ഓടാൻ റെഡി ആയി നിന്നോട്ടോ. ഇതുണ്ടോ? അമ്മേ തവളയുണ്ട്. തവളയുടെ കാല ഇതുണ്ടോ? തവളയുടെ കാലും ഉണ്ടോ? ഇരിക്കണുണ്ടോ? ഇത് കണ്ടില്ലേ? ഇതുണ്ടോ? കണ്ടോ? അതിനങ്ങനെ കൊല്ലാൻ പാടില്ലടാ. അങ്ങനെ കൊല്ലല്ല. അത് പുറം തിരിഞ്ഞിരിക്കണം. ചിലപ്പോൾ അപ്പിയിട്ട് വരും. മറിക്കും. ഏതാ? അത് പൊടിച്ചു കളഞ്ഞേ. സാറ്റിസ്ഫൈങ് ആണോ അത്? ഓഹോ, ഈ തവളേനെ കൊന്നിട്ട് സാറ്റിസ്ഫൈങ് പറയാൻ നിൽക്കണ്ട. അതിന് ചെയ്യല്ലേ. തവള ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തോടെ പാമ്പുണ്ടെന്നാ. ബേബി കറിയുവാണോ? ഒന്ന് പുറത്തേക്ക് വേണം കൂട്ടോ. ഒന്നും ചെയ്യില്ല. നിന്നെ ഇവരെ ഒന്ന് കാണിച്ചു കൊടുക്കാനാ. ഇവര് തവളേനെ അടുത്ത് കണ്ട്. നാട്ടിൽ പോയി തവളേനെ കണ്ടാണല്ലോ അല്ലേ? കേട്ടോ, വെള്ളത്തിൽ ചാടി നീന്തിപ്പോയത്. അത് നീന്തിപ്പോയി. രക്ഷോട്ട് നീന്തിപ്പോയി. പാമ്പൊന്നും ഇല്ലട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞ നീന്തിപ്പോയി കണ്ടത്. രക്ഷോട്ട് പോയത്. മീനുകൾ ധൈര്യം വരാനോ? അതിനാ എന്നിട്ട് തിന്നുവോ? മീനുകളെ അവർക്ക് കൈയോടെ പിടിച്ചിട്ട് ഫ്രൈ ചെയ്ത് അടിക്കണം എന്നൊക്കെ പറയുന്നു. എൻ്റെ വീട്ടിൽ നടക്കാൻ വരുന്നുണ്ട്. അതായത് ഈ സൈഡിലോടെ ഇങ്ങനെ നീളത്തിൽ നടന്ന് നമ്മൾ അറ്റം വരെ പോകും. എന്നിട്ട് തിരിച്ചു വരും. അപ്പോഴേക്കും 4 മണിയാവും. ഓക്കെ ആണോ? വരുന്നുണ്ടോ? അത് ഓർമ്മ ഉണ്ടായിരുന്നത് ജോണിക്കുട്ടി സാറ്റിസ്ഫാക്ടറി കണ്ടോ? ഓക്കെ, എന്നാ ഞാനും വരാം. ബാ. ഗ്ലാസ് ഒന്നും എടുക്കല്ലേ. എന്നാ ഗ്ലാസ്? കുപ്പിച്ചില്ലാണെങ്കിൽ ഇത് ചെയ്യല്ലോ കേട്ടോ. ഓ, ഗ്ലാസ് പീസസ് ഒക്കെ. പക്ഷെ മാറിയിരിക്കും മോനെ. ഇത് ചെയ്യല്ലേ. കൈ കൊണ്ട് ഇത് നീങ്ങ പോരെ.
ഹിസ്റ്ററി. മാളുവിന് ഹിസ്റ്ററി ഒക്കെ തുടങ്ങിയല്ലോ സ്കൂളില്. വേഗം വാ, വേഗം വാ. അയ്യോ, നല്ല അടിപൊളി വെതർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ഇന്നത്തെ ദിവസം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടി അല്ലേ? ഇന്ന് നല്ലൊരു വൈബുള്ള ദിവസമായിട്ട് കിട്ടിയില്ലേ? പോയാലോ? ഞാൻ വിചാരിച്ച കാട്ടുപുലി എന്നായിരിക്കും പറഞ്ഞത്. നീ ഇവിടെ ആനേനെയും പുലിനെയും സിംഹത്തിനൊക്കെ കാണുവിനി. പട്ടീനെ കൊണ്ടേതായിരിക്കും വഴി. അതേ കുറുക്കനാണോ? അതെയോ സുസി മറ്റേ എന്താണ് ചെന്നായി വൂൾഫാണോ? ചെന്നായി. അതെ, ഇവിടെയൊക്കെ ചെറിയ ഹൈക്കിംഗ് സ്പോട്ടുകളാണേ. എല്ലാം കയറിപ്പോക്കോളൂ അല്ലേ? ആണോ? എന്റെ കുറെ ചാടിപ്പോയോ? അയ്യോ ശരി കേട്ടോ. ചവിട്ടി കുറഞ്ഞു വേണം അകത്ത് കയറാന്ന്. ഓക്കെ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് മാർച്ച് വെച്ച് നോക്കോ. ഈ വെക്കേഷൻ മൊത്തം സെറ്റപ്പ് ആവട്ടെ. ലെഫ്റ്റ് റൈറ്റ് അത് തന്നെ. ഓക്കെ. ഇനി പയ്യെ ബേബി ഉറങ്ങിക്കോട്ടെ. ബേബിനെ അമ്മ ഹാൻഡ് ഓവർ ചെയ്ത് എടുക്കാനുള്ള. നല്ല ഇലകളെല്ലാം കൊഴിഞ്ഞു പോയാലും ഭംഗിക്കൊന്നൊരു കുറവില്ല കേട്ടോ. ആരുമില്ല ഇവിടെ. നമുക്ക് ഈ പ്രദേശത്ത് ഇത്രയും നേരം നമ്മൾ നിന്നിട്ടും നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ഒന്ന് ലഞ്ച് ഉണ്ടാക്കി കഴിച്ചു. ആരുമില്ല, നമ്മൾ മാത്രമുള്ളേ ഇത്രയും നേരമായിട്ടും. ഓക്കെ, അവരെഴുന്നേറ്റോ? ഓക്കെ, മാറും കൊച്ചു മാറി. ഓ, ചക്കിയാണ് വണ്ടി എടുക്കാൻ പോകുന്നേ. 18 വയസ്സാവട്ടെടി. ആണോ? എന്റെ അമ്മച്ചി എന്നെ കടത്തി വിട്ട പോലെ. യെസ്, ഈ ഷൂസ് എല്ലാരും കൊട്ടിയ പേപ്പറിന്റെ അടിയിൽ വെക്കണേ. ആരെന്റെ തുപ്പി അടിച്ചുകൊണ്ടുപോയ പപ്പ റെഡിയായോ? കറക്റ്റ് 4 മിനിറ്റ് കൂടി ഉള്ളു, ഇനി 4 മണിയാകാൻ. നമ്മള് കുഞ്ഞാവ എഴുന്നേറ്റോ? കുഴപ്പമില്ല, ഞാൻ അവനെ പിടിച്ചോളാം. അല്ല കിടക്കുന്നില്ല, അപ്പൊ അമ്മ കയ്യിലെടുത്ത് പിടിക്കാം. പോവാം. ഓക്കെ ഗൈസ് കം. റെഡിയല്ലേ? എന്നാ തോന്നുന്നു? കിച്ചണൊക്കെ നിറഞ്ഞു കിടക്കുവാണോ? ഞാനാരാ മോളെ 2-3 തൊഴി കഴുകാനുണ്ട്, അതിന്റെ അടിയിൽ മൂടി വെച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ ഇനി എന്നാ വെച്ചാൽ സെറ്റ് ആണ സമയത്ത് നമുക്ക് കഴുകാം, അതായിരിക്കും എളുപ്പം. കാരണം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വെറുതെ ലേറ്റ് ആവും. നമുക്ക് പോയാലോ? പിള്ളേരെല്ലാരും കേറിയിരിക്കേ. അതെ, നമ്മൾ ചെറിയ സ്പേസിലെ ജീവിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അതിനകത്ത് ക്ലീൻ ഏരിയ, വെറ്റ് ഏരിയ, ഡേർട്ടി ഏരിയ, അങ്ങനെ നമ്മൾ തന്നെ ഒരു ലൈൻ വരയ്ക്കേണ്ടി വരും അല്ലേ? കാരണം ഷൂസ് ഒക്കെ ഇപ്പൊ നമ്മൾ പുറത്ത് പോയപ്പോ കണ്ടില്ല എത്ര അഴുക്കായിരുന്നു. അതൊക്കെ നേരെ കൊണ്ടുവന്ന് ഇതിലെല്ലായിടത്തോളം ചവിട്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര അഴുക്കായിരിക്കും കയറി കിടക്കാൻ നേരത്തൊക്കെ. കാണുന്ന പോലെ പക്ഷെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മള് നല്ല ശരിക്കും കൺട്രോൾ ചെയ്ത് ലിമിറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്താലാണ് അതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അഴുക്കായ ചെരുപ്പുകളെല്ലാം എപ്പോഴാ വെക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെ എല്ലാവരുടെയും കൂടെയും കൂട്ടി ഒരു മൂലയിലോട്ടേക്ക് അങ്ങ് കയറ്റി വെക്കും. ഈ ചെരുപ്പിട്ടോണ്ട് ഇതിനകത്തോടെ, പുറത്തിരുന്ന ചെരുപ്പിട്ടോണ്ട് ഇതിനകത്തോടെ അങ്ങനെ നടക്കുന്നില്ല. ഓക്കെ, ലിമിറ്റഡ് ആയ സൗകര്യത്തിൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ജീവിക്കണം. അതെ, അങ്ങനെ കൂടെ പ്രാക്ടീസ് ചെയ്യണം. ആദ്യത്തെ ദിവസം നമുക്ക് നല്ല ഹാർഡായിരുന്നു, പക്ഷെ ഇന്നലത്തെ പോലെയാണ് ഇന്ന് എങ്ങനെയുണ്ട്? ഇച്ചിരി രസമല്ലേ? അങ്ങനെ നമുക്ക് ഓരോ ദിവസം വൈബാക്കി കൊണ്ടുവരാം അല്ലേ? പണ്ടിതുരെ അണ്ണ റെഡി അല്ലേ? ഇനി ആ മീശ പഠിക്കണോടെ വരെ ഇനി അതാ ചേച്ചനെ വിളിക്കാൻ പോകുന്നത്. ഓക്കെ, സ്നോഫോൾ ഉടനെ ഉള്ളതുകൊണ്ടാട്ടോ ഈ റോഡ് സൈഡിലൂടെ മൊത്തം ഇത് നാട്ടി വെച്ചേക്കുന്നുണ്ട്, റെഡും ഫ്ലോറസെന്റ് സ്റ്റിക്കുകളെല്ലാം വെച്ചേക്കുന്നത് കണ്ടോ. ക്രിസ്മസ് ട്രീ ഒക്കെ എന്തായാലും അത് എപ്പോഴും വിന്റർ ആയാലും ഏത് ക്ലൈമറ്റിലായാലും അങ്ങനെ തന്നെ നിൽക്കുവേ. നല്ല കരിമ്പച്ചയായിട്ട് നിൽക്കും. ബാക്കി ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും പഴുത്ത്. അങ്ങനെ നമ്മള് ക്യുക്കായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇന്ന് എത്തിച്ചേരുക ചെയ്യാം നമ്മുടെ സ്ഥലത്ത്. ഇന്ന് എത്തത്തില്ല കേട്ടോ, 400 കിലോമീറ്റർ ഉണ്ട് ഇനി അങ്ങോട്ട്. ഇനി നമ്മൾ പോകുന്ന വഴിക്കെല്ലാം റെയിൻഡിയറുകളാണ് നിൽക്കുന്ന, റെയിൻഡിയറുകളാണ്. അങ്ങനെ നമ്മൾ ആർട്ടിക് സർക്കിൾ ഇത് കണ്ടോ ക്രോസ് ചെയ്യുവാണ്. അതെ അതെ.
ബീച്ചിലൊക്കെ പോയി അല്ലേ? സമ്മറിലേക്കാണ് ബീച്ചിലൊക്കെ പോയി അടിപൊളിയായിരിക്കും. ചെറിയ മലയൊക്കെ കണ്ടില്ലേ തൊട്ടടുത്ത? ആ സൈഡ് അല്ലേ? കാണാൻ പറ്റില്ല. ഈ പുഴയുടെ അപ്പുറം കാണുന്നത് സ്വീഡനാണ്, ഇത് ഫിൻലൻഡ്. ഇനി കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഒരു 10-200 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് കേട്ടോ. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലേ? നമ്മൾ ലഞ്ച് കഴിച്ച് എത്ര മണിക്ക് 3:30 കണ്ടല്ലായിരുന്നു? അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ നമ്മള് ചായ കുടിക്കാൻ ഇപ്പൊ 6:30 ഇരട്ടേക്കായി. ഇപ്പൊ നമ്മളൊരു ഇവിടുത്തെ നമ്മള് എന്നാ കോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ ഇവിടുന്ന് 250 കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഞങ്ങളൊരു അരമണിക്കൂറിനുള്ളിൽ എവിടെയെങ്കിലും നമ്മൾ സെറ്റ് ആവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കിടക്കാം അല്ലേ? ഫുഡ് കഴിച്ചില്ല. പനി കുറഞ്ഞു കേട്ടോ. പനി അവന്റെ കുറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇന്നലെ രാത്രി കൊടുത്തിട്ട് പിന്നെ ഇതുവരെ മരുന്ന് കൊടുക്കേണ്ട വന്നില്ല. അമ്മ വെച്ച് വേഗം ചോയേ. അങ്ങനെ നമ്മൾ ഇന്നൊരു ലേക്കിന്റെ സൈഡിൽ കൂടി അരമണിക്കൂർ കൊണ്ട് പിന്നെ വണ്ടി ഓടിച്ചു ചായ കുടിച്ചു കഴിഞ്ഞ ശേഷം. നല്ല ഒഴുക്കുള്ള ലേക്കാണ് അല്ലേ? സാമൻ കാണുമായിരിക്കും. നമ്മൾ ചൂണ്ടൊന്നും എടുത്തോണ്ട് വന്നില്ല. അപ്പം നമ്മളിവിടെ കൂടുവാണ്. അപ്പൊ നമുക്ക് ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരത്തെ കിടക്കാം അല്ലേ? വേറൊരു ക്യാമറമാനും കൂടി ഉണ്ട് ഫ്രണ്ടില്. ഫ്രണ്ടില് ശരി. അപ്പൊ നമ്മള് ലഞ്ച് തന്നെ ഡിന്നറാക്കി അല്ലേ? ചേന ഏത്തപ്പഴം കഴിച്ച് കിടന്നോളാന്ന് പറഞ്ഞു. പയറ് കഴിച്ച് തേറ്റു. മാക്ഡൊണാൾഡ്സ് വെച്ച് മാക്ക് ആൻഡ് ചീസ് ഒരു 2 സ്പൂൺ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട, വിശക്കുന്നില്ലെന്ന്. അപ്പന് മോനും കിടപ്പായി. ഓക്കെ, നമുക്ക് ഇച്ചിരി കഞ്ഞി വെക്കാല്ലേ പറ്റുള്ളൂ. ഇച്ചിരി ചൂട് കഞ്ഞി. കപ്പ എപ്പോഴും പറ്റത്തില്ല, പക്ഷെ ഇച്ചിരി ചൂട് കഞ്ഞി ഉണ്ടെങ്കിൽ ഏറ്റവും സുഖമായിട്ട്. ഇപ്പൊ കഞ്ഞി ഇടണോ? ഞാൻ ഇച്ചിരി ഇരട്ടെ. കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെക്ക് ചെയ്യുവാണ്. ഞാൻ മുകളിൽ നിന്ന് ക്യാമറാമാൻ പിള്ളേരുന്ന് അവിടെ കിടക്കുന്നേ. ഇന്നലെ ഓപ്പോസിറ്റ് സൈഡ് കിടന്നേ. നല്ല വാമായിട്ട് രാത്രിയില് കിടത്തുക എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ അവർക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. വന്നേ പിള്ളേരെ, ഇതെടുത്ത് താഴത്തെ നിങ്ങളുടെ ബെഡിന്റെ അടുത്തടി. നമ്മളാണെങ്കിൽ കിടക്കുമായിരുന്നു. അപ്പൊ അതേ മുകളില് നോർത്ത് ലൈറ്റ്സ് ഉണ്ട്. ലൈറ്റ് കിടത്താണെങ്കിൽ കാണാൻ പറ്റും. അടിപൊളി. ഇങ്ങനെ ചുറ്റുപുറം എല്ലാം ഉണ്ടേ. വാവ്, നീളത്തിലിങ്ങനെ. വാവ്, നോക്കി നമ്മളാണ് ക്യാരവാൻ്റെ മുകളിൽ നിന്ന് നോർത്ത് ലൈറ്റ്സ് ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ മതി. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുവാണ്. നോർത്ത് ലൈറ്റ്സ് ഒരു രക്ഷയില്ല കേട്ടോ. വാവ്. അല്ല, ചുക്കൊക്കെ മോളിൽ കയറിയേക്കാണോ? അയ്യോ മതി, ഒരു രക്ഷയില്ല. മാളുവിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ചിക്കു, ടെറസിന് മുകളിലാണോ നോർത്ത് ലൈറ്റ്സ്? ചുറ്റിനും പുറം അല്ലാതെ. ഇങ്ങനെ ചുറ്റിനും പുറം എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. എങ്ങനെയുണ്ട് മാളു? അയ്യോ, ഇത് ഏത് സൈഡിൽ നിന്ന് തുടങ്ങി ഏത് സൈഡിലേക്ക് തീരുന്നു അറിയത്തില്ലാത്ത പോലെയാ. എങ്ങനെയുണ്ട് ജോണിക്കുട്ടി ചക്കി? ഇത് ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുവന്നേ. ചിക്കു ക്യാരവാന്റെ മോളിൽ കയറി നോക്കുന്നു. അല്ല, ചിക്കനെ കാണാൻ പറ്റത്തില്ല. ചെക്കു വണ്ടിക്കത്തില്ലേ. ഈ സൈഡ് നോക്കിയേ, ഈ സൈഡ് ഒരു രക്ഷ. വാ, ഒരു വണ്ടി വരുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ പോകുന്ന വഴിയെല്ലാം ഫോറസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി കാണിക്കാത്തതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട ബോറടിക്കും. സെയിം റൂട്ട് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാ കലാപരിപാടിയും കഴിഞ്ഞു. എന്തൊക്കെയാ എടുത്ത് കൂട്ടിയേക്കണമെന്ന് നമുക്കറിയില്ല ഇന്നത്തെ ദിവസം. ഏതായാലും അടിപൊളിയായിട്ട് ഇന്നലത്തെക്കാളും ബെറ്റർ ആയിരുന്നു ഇന്നത്തെ ദിവസം ഓവറോള്. അല്ലേ? പുറത്തൊക്കെ പിള്ളേർ ആക്റ്റീവായിട്ട് നടന്നു അല്ലേ?
അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ബൈ.